എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി ഞാനൊരു സ്ഥലത്ത് പണിക്ക് പോകുന്നുണ്ടായിരുന്നു. അതെ, അതിതീവ്രമായ പഠിത്തത്തിനിടയിൽ ഒരു ബ്രേക്ക്. അതാരാണ് ആഗ്രഹിക്കാത്തത്? അപ്പൊ പറഞ്ഞു വന്നത്, ഞാൻ സ്റ്റുഡിയോയില് 2 മാസം സെയിൽസ് ആയിട്ട് കയറിയിനി. പിന്നെ എനിക്ക് പണ്ടേ കമ്പനിക്കാരില് ക്ഷാമല്ലാത്തോണ്ട് അലോങ്നെസ് അതില്ലായിരുന്നു. സോ ഇന്ന് എന്റെ അടുത്ത കമ്പനിക്കാരുമായിട്ട് വി ആർ ഗോയിങ് ഫോർ എ തീറ്റ ഔട്ട്. എന്റെ ഷിഫ്റ്റ് 6:30 കഴിയുന്നോണ്ടും ഓരോ ഷിഫ്റ്റ് 9:30 വരെ ഉള്ളൂ. ഐ ഹാവ് ടു വെയിറ്റ് ദം. അങ്ങനെ അവിടുന്ന് സ്ട്രേറ്റ് എന്റെ എക്സ് റൂംമേറ്റ് ബട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് നെഹലിന്റെ പേജ്. ജമ്മു കുറെ കാലമായി ഞങ്ങൾ കാണാൻ വിചാരിക്കുന്ന, പക്ഷേ സാഹചര്യങ്ങൾ ഞങ്ങൾക്കെതിരെയായിരുന്നു. പക്ഷെ കണ്ടാ പറയോ 2 വർഷം കാണാത്തവരാണെന്ന്. സം ബോൺസ് ആർ റിയലി സ്പെഷ്യൽ. അങ്ങനെ എന്റെ കാത്തിരിപ്പിന്റെ 2 മണിക്കൂർ ഞാൻ അവിടെ ചിലവഴിച്ചു. അങ്ങനെ പറഞ്ഞ ടൈമിന് തിരിച്ചു വന്നപ്പോഴേക്ക് എവരിവൺ ഈസ് റെഡി. സോ അവിടുന്ന് സ്ട്രേറ്റ് അല്ല, ചെറിയ വളവും തിരിവൊക്കെ ഉണ്ട്. ഇനി പറഞ്ഞ് ശീലായി പോയോണ്ട. അതെവിടെ കോഴിക്കോട് ബീച്ചിലുള്ള സ്ട്രീറ്റ് 27 റെസ്റ്റോറന്റിൽ ഇഫ ചിക്കൻ കഴിക്കാൻ പോകും. അവിടെ എത്തുന്നവരെ ഇങ്ങനെ ഒരു സാധനം എന്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പതിവ് പോലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം വിശപ്പും കാരണം എന്റെ മുഖം മാറി. അങ്ങനെ അവിടെ ഫുഡിന് കാത്തിരിക്കുമ്പോൾ ഒഴിവ് സമയങ്ങൾ ആനന്ദപരമാക്കാൻ ഇങ്ങനെ ചിലതെന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഹൈപ്പ് എന്ന് പറയുന്നതേ ആ മസ്റ്റാർഡ് പോലത്തെ സോസ. ഓളെ ആവേശം കണ്ടാ വിചാരിക്കും ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ഓള് മൊത്തം തിന്നുന്നു. മുഖം പൊത്തണ്ട, എന്റെ മോന്ത ഞാൻ സൂം ചെയ്ത് വെക്കും. നമ്മളിപ്പോ ബ്ലോഗറിന്റെ കൂടെയാണ്. നിങ്ങൾക്ക് അറിയാറില്ല ഈ ബ്ലോഗറിനെ? ഞങ്ങൾക്കറിയാം. അവസാനം എല്ലാം കഴിഞ്ഞ് പുരയിലേക്ക്. സോ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.